നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും കേരള PSC നോട്ട്ബുക്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു 2024 LDCയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ LDCക്ക് വേണ്ടിയിട്ട് ഡെയിലി ടൈം ടേബിൾ വെച്ച് ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനൽ വഴിയാണ് ടോപ്പിക്കെല്ലാം തരുന്നത്. താല്പര്യമുള്ളവരെല്ലാം ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫെയർസ്, ഇനി ഉള്ള ഓരോ ദിവസത്തെയും കറണ്ട് അഫെയർസിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. കാരണം LDയുടെ എക്സാം നടക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് മാറും. അതുകൊണ്ട് ദിവസേനയുള്ള കറണ്ട് അഫെയർസ് നിങ്ങൾ ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ എഴുതി പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരാഴ്ചയിലേക്കുള്ള ടൈം ടേബിളാണ് ഇന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരാഴ്ച കഴിഞ്ഞ് അതിൻ്റെ റിവിഷനും കഴിഞ്ഞതിന് ശേഷമായിരിക്കും അടുത്ത ഒരാഴ്ചത്തേക്കുള്ള ടൈം ടേബിൾ തരുന്നത്. കാരണം തുടക്കക്കാരും കൂടി ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ടോപ്പിക്കെല്ലാം കൂടി ഒരു 100-120 ദിവസത്തെ ഒരു ടൈം ടേബിളായിട്ട് കാണുമ്പോൾ അവർക്കൊരു ടെൻഷനാവും. ഓക്കെ, അപ്പോൾ പുതിയതായിട്ട് പഠിക്കാൻ തുടങ്ങുന്നവർക്കും കൂടി ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ലോഡ് കുറച്ചാണ് ടൈം ടേബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ ടോപ്പിക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ദിവസം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കേരളത്തെ പറ്റിയിട്ടുള്ള അടിസ്ഥാന വിവരങ്ങൾ. അതിനെ പറ്റിയിട്ടുള്ള ക്ലാസ് യൂട്യൂബിൽ ചെയ്തു തരും. അതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ PDF നോട്ട്സ് വേണമെന്നുള്ളവർ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിനനുസരിച്ച് നമ്മൾ നോട്ട്സൊക്കെ തയ്യാറാക്കണമെങ്കിൽ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എത്ര പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മൾ നോട്ട്സൊക്കെ തരുന്നത്. അപ്പോൾ നോട്ട്സും കൂടി വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമേ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തെ പറ്റിയിട്ടുള്ള അടിസ്ഥാന വിവരങ്ങളിൽ മൊത്തം നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു തീർക്കണ്ട. പകുതി കാര്യങ്ങൾ ഒരു ദിവസം തീർക്കുക, പകുതി നമ്മൾ അടുത്ത ദിവസത്തേക്ക് രണ്ടാമത്തെ ദിവസത്തെ ടോപ്പിക്കിൽ കവർ ചെയ്യാം. അപ്പോൾ കേരളത്തെ പറ്റിയിട്ടുള്ള അടിസ്ഥാന വിവരങ്ങൾ, അതിനെപ്പറ്റി ആ ദിവസത്തെ ക്ലാസ് നമ്മൾ യൂട്യൂബിൽ ഇട്ട് തരും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സോഴ്സിൽ നിന്നൊക്കെ നിങ്ങളും ആ കേരളത്തെ പറ്റിയിട്ടുള്ള അടിസ്ഥാന വിവരങ്ങളെപ്പറ്റി മാക്സിമം പഠിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും. അപ്പോൾ അത് ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് വെച്ചാൽ അത് ഞാൻ ടെലഗ്രാമിൽ ഇട്ട് തരാം. അപ്പോൾ നിങ്ങളത് ചോദ്യം പരീക്ഷയായിട്ട് തന്നെ എഴുതി നോക്കുക. അറിയാവുന്നത് മാത്രം അറ്റൻഡ് ചെയ്ത് അറിയത്തില്ലാത്തവ ഒഴിവാക്കി നെഗറ്റീവ് ഇല്ലാത്ത രീതിയിൽ, ഇനി ഒന്നും PSCക്ക് പഠിച്ചിട്ടില്ലാത്ത അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും ആ രീതിയിൽ 1 മുതൽ 100 വരെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് ഓരോന്നിൻ്റെയും ഉത്തരം എഴുതി അതിൻ്റെ ആൻസർ കീ ഏറ്റവും താഴെ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഏറ്റവും താഴെ കോഡ് A ആണെങ്കിൽ Aയുടെ താഴെയുള്ള നമ്പേഴ്സ് 1, 2, 3 അതിനകത്ത് ഏതാണ് എന്ന് നോക്കി, അങ്ങനത്തെ രീതിയിൽ നോക്കി മൈനസ് മാർക്ക് വരുന്നത് നെഗറ്റീവായിട്ട് കുറച്ച് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കുക. ഓക്കെ, അങ്ങനെയുള്ള ഒരു രീതിയിൽ വേണം എക്സാം എഴുതാൻ. OMRൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കമ്പ്യൂട്ടർ സെൻറ്ററിലൊക്കെ പോയി പറഞ്ഞാൽ OMRൻ്റെ പ്രിൻ്റ് എടുത്ത് തരും. അങ്ങനെയെങ്കിൽ കുറേ പ്രിൻ്റ് എടുത്ത് വെച്ചാൽ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം എക്സാമായിട്ട് നിങ്ങൾക്ക് എഴുതി നോക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കേരളത്തെ പറ്റിയിട്ടുള്ള അടിസ്ഥാന വിവരങ്ങൾ, അതാണ് നമ്മൾ ആദ്യത്തെ ഒരു ദിവസത്തെ ടോപ്പിക്കിൽ. അതുപോലെ തന്നെ മലയാളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളം എല്ലാ ദിവസവും മലയാളവും ഇംഗ്ലീഷും മാത്സും നിങ്ങളുടെ ടൈം ടേബിളിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ തരുന്ന ടൈം ടേബിളിൽ ചില ദിവസങ്ങളിൽ ഇപ്പോൾ മാത്സോ ഇംഗ്ലീഷോ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, പക്ഷെ നിങ്ങൾ അന്ന് എന്തെങ്കിലും ഒരു വിഷയം അതിനെ പറ്റിയിട്ട് ഒന്ന് പഠിക്കുക തന്നെ വേണം. അപ്പോൾ മലയാളത്തിൽ പര്യായം ഒരു 5 പര്യായം വീതം ഓരോ ദിവസവും പഠിക്കുക. അത് നിങ്ങൾക്ക് ടെലഗ്രാം വഴിയോ അല്ലെങ്കിൽ യൂട്യൂബ് വഴിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കേരളത്തെ പറ്റിയിട്ടുള്ള അടിസ്ഥാന വിവരങ്ങൾ, അതുപോലെ മലയാളം, പര്യായം, ഇത്രയും കാര്യങ്ങൾ മതി ഒന്നാമത്തെ ദിവസം. ഓക്കെ, ഇനി രണ്ടാമത്തെ ദിവസത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കേരളത്തെ പറ്റിയിട്ടുള്ള അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്നതിൻ്റെ പാർട്ട് 2. അതിൻ്റെ പകുതിയല്ലേ നമ്മൾ പഠിച്ചു വച്ചേക്കുന്നത്, ബാക്കി പകുതി അടുത്ത ദിവസം നോക്കുക. ഓക്കെ, അതുപോലെ
സയൻസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പൂള്, അതായത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം, അതിൻ്റെ ഒരു 1-2 ചാപ്റ്റർ, അത് ഞാൻ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ടെലഗ്രാം വഴി അതിൻ്റെ PDF-ഉം ഇട്ട് തരാം. അപ്പം ആ ഒരു പുസ്തകം നോക്കിയിട്ട്, ആ PDF നോട്ട് നോക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പുസ്തകമുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു ചാപ്റ്റർ പഠിക്കുക. ഓക്കെ. അപ്പം കേരളത്തെ പറ്റിയിട്ടുള്ള അടിസ്ഥാന വിവരങ്ങൾ, അതുപോലെ തന്നെ 5ാം ക്ലാസ്സിലെ SCRT പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ ബോർഡും കൂടെ പ്രാക്ടീസ് ചെയ്താൽ നല്ലതായിരിക്കും. അതുപോലെ മലയാളം പര്യായം 5 എണ്ണം, ഇംഗ്ലീഷിൽ നിന്നും സിനണിംസ് ഒരു 5-10 എണ്ണം ഉൾപ്പെടുത്തുക. ഓക്കെ. അപ്പം അന്നും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലായിട്ട്, ഇപ്പോൾ LDCയുടെ ഇനി ഒറ്റ എക്സാം അല്ലേ ഉള്ളൂ, അപ്പോൾ ആ രീതിയിൽ തന്നെ നോക്കിയാൽ മതി. പഴയകാല LDCയുടെ ചോദ്യപേപ്പർ ഇട്ട് തരാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പറും 2ാമത്തെ ദിവസം ചെയ്യുക. ഓക്കെ. ഇനി മൂന്നാമത്തെ ദിവസം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് SCRTയിൽ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ നിന്നും കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്നുള്ള പാഠം. എന്തുകൊണ്ടാണ് ആ പാഠം ഉൾപ്പെടുത്താൻ കാരണം, അന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അറൈവൽ ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യന്മാരുടെ ആഗമനം. അതും ഫുള്ള് പഠിക്കേണ്ട, പകുതി പഠിച്ചാൽ മതി. ആ ടോപ്പിക്കിൻ്റെ പകുതി നമ്മൾ ആ ഒരു ദിവസം തീർക്കുന്നു. അതുപോലെ സോഷ്യൽ സയൻസിൻ്റെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന ആ ഒരു ചാപ്റ്ററും പഠിക്കുന്നു. ആ കൂടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും പഠിക്കുന്നു. ഓക്കെ. അതുപോലെ മലയാളം പര്യായം 5 എണ്ണം പഠിക്കുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷ് സിനണിംസ് ഒരു 10 എണ്ണവും പഠിക്കുന്നു. ഓക്കെ. ഇനി 3ാമത്തെ ദിവസം കഴിഞ്ഞു, 4ാമത്തെ ദിവസമാണ്. 4ാമത്തെ ദിവസം ഇതുപോലെ തന്നെ അറൈവൽ ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻ്റെ ബാക്കി പകുതി ഭാഗം, അതുപോലെ SCRT 5ാം ക്ലാസ്സിലെ അടുത്ത ചാപ്റ്റർ, അത് ഏത് ചാപ്റ്റർ ആണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറൈവൽ ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ്, അതുപോലെ SCRT 5th സ്റ്റാൻഡേർഡിലെ ഒരു ചാപ്റ്ററും നമ്മൾ നോക്കുന്നു. മാത്സിൽ നിന്നും സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ഭാഗം, അത് ക്ലാസ് നിങ്ങൾക്ക് യൂട്യൂബിൽ ഇട്ട് തരാൻ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ക്ലാസ് യൂട്യൂബിൽ തന്നെ ഇട്ട് തരും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിനെപ്പറ്റി ഒന്ന് ഏതെങ്കിലും ഒരു പുസ്തകത്തിലോ എവിടെന്നെങ്കിലും ഒന്ന് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും പഠിക്കാൻ നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മാത്സിന് ഇതിന് മുൻപ് ഈ ഭാഗം യൂട്യൂബിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കണ്ടിട്ട് വരിക. ഇല്ല, എനിക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു മാത്സിൻ്റെ ആ ഒരു ഭാഗം അത് അന്ന് എടുത്തെങ്കിലെങ്കിലും അടുത്ത ദിവസമാണെങ്കിലും ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ 4ാമത്തെ ദിവസത്തെ ടോപ്പിക്ക് അതാണ്, അവിടെ കഴിഞ്ഞു. ഇനി 5ാമത്തെ ദിവസം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് കറണ്ട് അഫയേഴ്സാണ്. ആനുകാലികം, ജനുവരി മാസത്തിലെ ആനുകാലികം മൊത്തം പഠിക്കേണ്ട. 15ാം തീയതി വരെയുള്ള ആനുകാലികം പഠിച്ചാൽ മതി. അത് എവിടുന്ന് പഠിക്കും എന്നൊരു കൺഫ്യൂഷൻ ആർക്കും വേണ്ട. PDF നോട്ട് ടെലഗ്രാം ചാനലിൽ ഇട്ട് തരുന്നതായിരിക്കും. 15ാം തീയതി വരെയുള്ള ജനുവരി മാസത്തിലെ ആനുകാലികം നോക്കുക. അതുപോലെ തന്നെ ആ ദിവസം ചെയ്യേണ്ട ഒരു കാര്യം, 4ാമത്തെ ദിവസമാണ്. 4ാമത്തെ ദിവസം ചെയ്യേണ്ടത് 1, 2, 3 ദിവസത്തിലെ ടോപ്പിക്ക് ഫുള്ള് റിവൈസ് ചെയ്യുക. കറണ്ട് അഫയേഴ്സ് നോക്കുക. അത്രയും മാത്രം ആ ഒരു 4ാമത്തെ ദിവസം ചെയ്താൽ മതി. 5ാമത്തെ ദിവസത്തെ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാർ. ഓക്കെ. അതിനകത്ത് കുറച്ച് രാജാക്കന്മാരെ ആദ്യത്തെ ദിവസം നോക്കാം, കുറച്ച് രാജാക്കന്മാരെ 2ാമത്തെ ദിവസം നോക്കാം. കാരണം ഇത് കൂടുതലും ഈ PSC തുടങ്ങുന്നവരെ സംബന്ധിച്ച് ടോപ്പിക്കൊക്കെ പുതിയതായിരിക്കും. അതുകൊണ്ടാണ് ഏതൊക്കെ രാജാക്കന്മാരെയാണ് പഠിക്കേണ്ടതെന്നും അതിൻ്റെ നോട്ട്സും, അല്ലെങ്കിൽ ഒന്നെങ്കിൽ നോട്ട്സ് ഇട്ട് തരും, ഇല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ക്ലാസ്സായിട്ട് ചെയ്തു തരും. അപ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാർ അതിൻ്റെ ആദ്യത്തെ ഒരു 2-3, ചിലപ്പം നമുക്ക് മാർത്താണ്ഡവർമ്മയൊക്കെ പഠിക്കാനാണെങ്കിൽ മാർത്താണ്ഡവർമ്മയും വേറൊരു രാജാവിനെയും കൂടി മാത്രം പഠിച്ചാൽ മതി. ഇനി അതിൻ്റെ കൂടെ പഠിക്കേണ്ടത് മലയാളം പര്യായം 5 എണ്ണം പഠിക്കണം. ഇംഗ്ലീഷിൽ നിന്നും ടൈപ്പ് ഓഫ് സെൻറ്റൻസ്. ഓക്കെ. അപ്പോൾ 5ാമത്തെ ദിവസത്തെ ടോപ്പിക്ക് അത്രയാണ്.
അതിനുശേഷം പിന്നെ ഞായറാഴ്ചയാണ് വരുന്നത്. ഞായറാഴ്ച ഈ 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെയുള്ളത് ഫുള്ള് റിവൈസ് ചെയ്യുക. ആ ഫുള്ള് റിവൈസ് ചെയ്ത് അതിനെ ബേസ് ചെയ്തൊരു എക്സാമും കൂടി ഇടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ആ ഒരു ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് അടുത്ത ആഴ്ചത്തെ ടൈം ടേബിൾ ആ സമയമാകുമ്പോഴത്തേക്കും തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും ഇങ്ങനെ ഒരാഴ്ച ക്ലാസ് ചെയ്ത് പോകാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ, അതുപോലെ എത്ര പേര് ക്ലാസ് കാണുന്നു, എത്ര പേര് നമ്മളോട് പ്രതികരിക്കുന്നു, അതിനനുസരിച്ചായിരിക്കും അത് മുന്നോട്ടുള്ള ക്ലാസ്സുകളെ പറ്റി ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ജോയിൻ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ജോയിൻ ചെയ്യുക. ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് തരുന്നുണ്ട്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡെയിലി കറണ്ട് അഫയേഴ്സ്. അത് വേണമെന്നുള്ളവരും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.